രാമനിലേക്കുള്ള ഒരു യാത്രയാണ് രാമായണമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ. ചെറുതും വലുതുമായ തനത് വ്യക്തിത്വത്തോടു കൂടിയ കഥാപാത്രങ്ങളാണ് രാമായണത്തിന്റെ സവിശേഷത. ഈ കഥാപാത്രങ്ങളുടെ അംശങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഓം അമൃതേശ്വരി നമഃ. വാത്മീകി മഹർഷി ലോകോപകാരാർത്ഥം അനുഗ്രഹിച്ചരുളിയ ഒരു വലിയ നിധിയാണ്, വലിയ ഉപദേശമാണ്, നിർദ്ദേശമാണ്, മാർഗദർശനമാണ് രാമായണം എന്ന് പറയുന്നത്. രാമായണം രാമസ്യ അയനം. അയനം എന്ന് വെച്ചാൽ സഞ്ചാരം, മാർഗം, ധർമ്മം എന്നൊക്കെയാണ് അർത്ഥം. രാമസ്യ അയനം, രാമൻ്റെ അയനം, രാമായാഹ അയനം എന്നും പറയാറുണ്ട്. രാമ എന്ന് വെച്ചാൽ സീത, സീതയുടെ സഞ്ചാരം എന്നും പറയാറുണ്ട്. അപ്പോൾ രാമൻ്റെ സഞ്ചാരം അത് പഠിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം, അത് വായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? അമ്മ പറയും, രാമായണം പഠിക്കുന്നത് രാമനാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ രാമായണം വായിക്കുന്നത് രാമനിലേക്കുള്ള ഒരു യാത്രയാണ്. രാമായണത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ചെറുതും വലുതുമായി അനേകം കഥാപാത്രങ്ങൾ തനത് വ്യക്തിത്വത്തോടു കൂടിയ കഥാപാത്രങ്ങളാണ്. എല്ലാ കഥാപാത്രങ്ങളും തനതായ സ്വഭാവ സവിശേഷതകൾ എല്ലാ കഥാപാത്രങ്ങളിലുമുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഓരോ പാഠം പഠിക്കാനുണ്ട്. നമ്മളെ അളക്കാനും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നറിയാനും രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കൈകേയി ആയാലും മന്ധരയായാലും രാവണനായാലും കുംഭകർണനായാലും ഈ കഥാപാത്രങ്ങളുടെ അംശങ്ങൾ ഇന്നും മനുഷ്യ മനസ്സിൽ നിലനിൽക്കുന്നവയാണ്. ഇതിൽ നിന്നെല്ലാം മാറിയാലേ രാമനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ രാമനിലേക്കുള്ള യാത്രയാണ് ശരിക്കും രാമായണം. രാമനായി തീരണമെങ്കിൽ ഈ മേൽപ്പറഞ്ഞ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അത് നമ്മളിൽ ഇല്ലാതെ വരണം. നമ്മൾ ശുദ്ധമായി തീരുമ്പോഴാണ് രാമനിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടി സത്കഥാപാത്രങ്ങളെയും ലക്ഷ്മണകുമാരനാവട്ടെ, ഭരതരാജകുമാരനാവട്ടെ, ശത്രുഘ്നാവട്ടെ, ആഞ്ജനേയസ്വാമിയാവട്ടെ, ശബരിയാവട്ടെ, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള അനേകം സത്കഥാപാത്രങ്ങളെയും രാമായണത്തിൽ നമുക്ക് കാണാം. ഈ രാമായണത്തിൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു സന്ദർഭം പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എപ്പോഴും ഓടിയെത്തുന്ന ഒരു കഥാപാത്രം ശ്രീ ഭരതരാജകുമാരൻ്റെ ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതമാണ്. തൻ്റെ ജ്യേഷ്ഠൻ വനവാസത്തിന് പോയത് അറിഞ്ഞ ശ്രീഭരതൻ
തൻ്റെ ജ്യേഷ്ഠനെ അന്വേഷിച്ച് ഘോരവനാന്തരങ്ങളിലൂടെ ചിത്രകൂടത്തിലെത്തി ജ്യേഷ്ഠനെ കാണുകയാണ്. ജ്യേഷ്ഠനെ കാണുന്ന സമയത്ത് രാമപാദങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഭരതൻ വീണ് പ്രണമിച്ചു എന്നാണ് പറയുന്നത്. വാത്മീകി പറയുന്നു, കണ്ണുനീര് കൊണ്ട് ഭരതന് രാമനും താനും തമ്മിലുള്ള അകലം അറിയാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ശ്രീരാമനോടുള്ള ഭക്തിയായിരുന്നു ഭരതനുണ്ടായിരുന്നത്. എത്ര തന്നെ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് വീണ്ടും അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ ഭരതൻ അഭ്യർത്ഥിച്ചിട്ടും രാമൻ വഴങ്ങിയില്ല. രാമൻ്റെ പാദുകങ്ങളെ ഭരതൻ പ്രാർത്ഥിച്ച് വാങ്ങിച്ച് കൊണ്ടുപോയി അയോധ്യയിൽ ഈ പാദുകങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടാണ് 14 വർഷം തൻ്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണോ വനത്തിൽ താപസവൃത്തനായി ജടാധാരിയായി വൽക്കലം ധരിച്ച് കഴിയുന്നത്, അതേപോലെ തന്നെ അയോധ്യ നഗരത്തിന് പുറത്ത് നന്ദിഗ്രാമത്തിൽ ഒരു കുടില് കെട്ടി ജടാധാരിയായി വൽക്കലം ധരിച്ചുകൊണ്ട് മുനിവൃത്തിയിൽ ശ്രീ ഭരതരാജകുമാരനും കഴിയുകയായിരുന്നു. അയോധ്യയിൽ ഉണ്ടായിരുന്ന സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സുഖഭോഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് തൻ്റെ ജ്യേഷ്ഠനോടുള്ള ഭക്തി അത് ഭരതരാജകുമാരനിൽ പ്രകടമായിരുന്നു. ഈ ഭരതരാജകുമാരൻ നമ്മളുടെയൊക്കെ ഒരു മാതൃകയാവേണ്ടതാണ്. രാമനിലേക്കെത്താൻ, ശരിയായ രാമനായിത്തീരാൻ ഈ വിധത്തിലുള്ള ഒരു ഭരതരാജകുമാരൻ്റെ മനോഭാവം പോലെയൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ, പലരും ചോദിക്കും, എന്തിനാണ് ഈ പാദകം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്? അത് വെറും പാദരക്ഷയല്ലേ? ഇതിലൊക്കെ ഓരോ തത്വമുണ്ട്. മഹത്തുക്കളുടെ പാദത്തിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിതിയും ഗതിയും നൽകുന്നതാണ് പാദങ്ങൾ. അതായത് നമുക്ക് നിൽക്കണമെങ്കിൽ പാദങ്ങൾ വേണം, നടക്കണമെങ്കിലും പാദങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ സ്ഥിതിയും ഗതിയും നൽകുന്നതാണ് പാദങ്ങൾ. മഹത്തുക്കൾ നിൽക്കുന്നത്, മഹത്തുക്കളുടെ സ്ഥിതി എന്ന് പറയുന്നത് സത്യത്തിലും ധർമ്മത്തിലുമാണ്, ഗതിയും സത്യധർമാദികളിലാണ്. അപ്പോൾ മഹത്തുക്കളുടെ പാദപൂജ ചെയ്യുന്നതും മഹാത്മാക്കളുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നതും അവർ പ്രതിനിധാനം ചെയ്യുന്ന സത്യത്തെയും ധർമ്മത്തെയും അനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം എന്നുള്ള ഒരു പ്രതിജ്ഞയാണ്. അപ്പോൾ പാദുകമോ, പാദത്തെ രക്ഷിക്കുന്നതാണ് പാദുകം. പാദുകം പാദത്തെ രക്ഷിക്കുന്നു. അപ്പോൾ മഹാത്മാക്കളുടെ പാദങ്ങളാവുന്ന സത്യധർമാദികളെ രക്ഷിക്കുന്ന പാദുകം ജീവിതചര്യയാണ്, അനുഷ്ഠാനമാണ്. സത്യത്തിൽ നിന്നും ധർമ്മത്തിലേ നിന്നും വ്യതിചലിക്കാതുള്ള ജീവിതക്രമത്തിലൂടെ മാതൃകാപുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിലേക്ക് നാം എത്തുകയുള്ളൂ. ശ്രീരാമൻ്റെ മഹനീയമായിട്ടുള്ള ആ ധർമ്മമൂർത്തിയായ രാമൻ്റെ ജീവിതം നമുക്കൊക്കെ മാതൃകയാണ്. ലോകത്തിന് മുഴുവൻ, ഈ ലോകത്ത് എവിടെയൊക്കെ മനുഷ്യ മനസ്സുണ്ടോ അവിടെയൊക്കെ ഈ രാമതത്വം വിളങ്ങിയാൽ, രാമനിലേക്ക് എല്ലാവർക്കും നീങ്ങാൻ സാധിച്ചാൽ ഈ ലോകം മംഗളകരമാവും, നന്മ നിറഞ്ഞതാവും, ശാന്തിയുള്ളതാവും, പരസ്പര സ്നേഹമുള്ളതാവും, കരുണയുള്ളതാവും. ഈ ഉത്തമ ഗുണങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങാൻ രാമായണ പാരായണത്തിലൂടെ സാധിക്കട്ടെ. നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു പ്രതിഷ്ഠിതനാവട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.